ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും എപ്പോഴും ഒരു മാസം എന്തോരം വണ്ടികൾ വിറ്റു, അതുപോലെ ഒരു കമ്പനി എന്തോരം വണ്ടികൾ വിറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. പക്ഷെ അധികം നോക്കാത്തൊരു സംഭവമാണ് ഈ കമ്പനി തന്നെ എന്തോരം വണ്ടികൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് ആ കണക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ഞെട്ടലൊക്കെ വരും. കാരണം ഇവിടെ അല്ലാണ്ട് വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ എക്സ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. അതെന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഫോക്സ് വാഗൻ്റെ ടൈഗൺ ആണ്. അതെ, 10th പൊസിഷനിൽ തന്നെ ടൈഗൺ നിൽക്കുന്നുണ്ട്. 3122 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന്. അതായത് സെയിൽസ് എന്ന് പറയുമ്പോൾ അത്രയും വണ്ടികളാണ് ഇവർ പുറത്തേക്ക് ജൂൺ മാസത്തിൽ എക്സ്പോർട്ട് ചെയ്തത്. നമ്മൾ ജൂൺ മാസത്തിന് കണക്കാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ജൂലൈ മാസമാണെന്ന് എനിക്കറിയാം, ജൂലൈ തീരാനായി. ബട്ട് എനിവേ ഈ പിന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഇയർ ഓൺ ഇയർ ബേസിസിലായിരിക്കും, മന്ത് ഓൺ മന്ത് ബേസിലായിരിക്കില്ല. സോ ജൂൺ 2023 ടൈഗൺ ജസ്റ്റ് 764 വാഹനങ്ങൾ മാത്രമേ അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇവിടെ നല്ല ഹ്യൂജ് വ്യത്യാസം വന്നിട്ടുണ്ട്. 2358 വാഹനങ്ങളുടെ വ്യത്യാസം 308.64% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ളതെന്ന്. പക്ഷേ അല്ല, ഇതല്ല ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ്. ഇത് ഈ കൂട്ടത്തിൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ്. പക്ഷേ എന്നാൽ പോലും ഇതിലും കൂടുതൽ ഗ്രോത്ത് റേറ്റ്, ഇതിൻ്റെ ഡബിളിൽ കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു വണ്ടിയും കൂടി ഉണ്ട്. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ തന്നെ ഗ്രാൻഡ് ഐറ്റൺ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന എക്സ്പോർട്ടിൻ്റെ കണക്ക് 3704 വണ്ടികളുടെയും ജൂൺ 2023 3515 വാഹനങ്ങളുടെയാണ്. ഇത് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. കാരണം ജസ്റ്റ് 189 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് 5.38% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ വെച്ച് ഗ്രോത്ത് ഉണ്ട്, പക്ഷേ എന്നാൽ വളരെ കുറവ്. എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി എന്നും നമുക്കിതിനെ പറയാം. പക്ഷേ ഇത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഒരു വണ്ടി എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെന്തായാലും ഒരു മാർക്കറ്റ് വേണം, അല്ലാണ്ടൊന്നും പറ്റില്ല. പിന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ പേര് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് എന്നാണ് എന്ന് മാത്രം. ഇന്റർനാഷണൽ അവർ ഗ്രാൻഡ് ഐറ്റൺ എന്ന് വിളിക്കുന്നതെന്നുള്ളൂ. ഇതിന് വേറെ പല പേരുകളും ഉണ്ടാവുമായിരിക്കും. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ട എലവേറ്റ് ആണ്. ആക്ച്വലി അവർ ഇവിടെ വിൽക്കുന്നതിലും കൂടുതൽ വണ്ടികൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇന്ത്യയിലുള്ള സെയിൽസ് 2000 to 4000 ഇടയിലൊക്കെ വരാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ മാസം ഇവർ ടോട്ടൽ എക്സ്പോർട്ട് ചെയ്തത് 4108 എലവേറ്റ് ആണ്. ഇതിനിപ്പോൾ നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ജൂൺ 2023 ഈ വാഹനം ഇറങ്ങിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഈ എക്സ്പോർട്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ എലവേറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഹോണ്ട ഇവിടെ അങ്ങനെ ഒരുപാട് വണ്ടികൾ വിൽക്കുന്നില്ലെങ്കിലും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടെങ്കിലും ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ഹോണ്ട ഭയങ്കര നഷ്ടത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റിയുടെയൊക്കെ സാഹചര്യം നമ്മൾ ഇന്ത്യയിലെ സെയിൽസ് മാത്രം എടുക്കുകയാണെങ്കിൽ 1000-ന് താഴേക്കാണ് കഴിഞ്ഞ മാസം അത് വിറ്റത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഇമ്പ്രൂവ് പോകുന്നതാണ് നല്ലത്. പക്ഷേ എഗെയിൻ എക്സ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ജിംനിയാണ്. ഇതിൻ്റെ കേസ് ഭയങ്കര കോമഡിയാണ്. കാരണം ഇവർ ഇന്ത്യയിൽ ആകെപ്പാട് ഇപ്പോൾ വിൽക്കുന്നത് 200-300 ജിംനിയൊക്കെയാണ്. 5 ഡോറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4121 ജിംനികളാണ്. ഈ വണ്ടി ജിംനി എക്സൽ എന്നും അതുപോലെ ജിംനി പ്ലസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മാർക്കറ്റുകളിൽ വിൽക്കുന്നുണ്ട്. മെയിനായിട്ട് ജിംനി എക്സൽ എന്ന് പറഞ്ഞ പേരിലാണ് അവർ ഓസ്ട്രേലിയയിലും മറ്റുമൊക്കെ വിൽക്കുന്നത്. 5 ഡോർ ജിംനിയുടെ മെയിൻ പ്രൊഡക്ഷൻ ബേസും ഇന്ത്യ തന്നെയാണ്. പണ്ട് 3 ഡോറും അവരിവിടെ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ഇവിടെ വിൽക്കില്ല എന്നേ ഉള്ളൂ. അതിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ടൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ എന്തായാലും ഈ വണ്ടി ഇന്ത്യക്കാർക്ക് വേണമെങ്കിലും 5 ഡോർ മോഡൽ ഇറക്കിയത് പുറത്തെ ആൾക്കാർക്ക് നല്ല താല്പര്യമുള്ള വേർഷൻ തന്നെയാണ്. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇവർ 3 ഡോർ ഇറക്കാണ്ടിരുന്ന 3 ഡോർ വർക്ക് ചെയ്യില്ല, 5 ഡോർ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ കഷ്ടപ്പെട്ട ഒരു 5 ഡോറൊക്കെ റീഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ട് അതും വർക്ക് ചെയ്തില്ല. 3 ഡോർ ആദ്യം ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ക്ലിക്ക് ആയിപ്പോയി. പക്ഷേ അത് ഇറക്കിയതുമില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ ഡിസ്കൗണ്ടിലാണ് ഈ വണ്ടി പോകുന്നത്. 3.3 lakhs വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡിസയർ ആണ്. നമുക്ക് ഇന്ത്യയിലുള്ള സെയിം സ്പെക്ക് ഡിസയർ തന്നെയാണ് അവർ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 4576 ഡിസയറുകളാണ് അവർ എക്സ്പോർട്ട് ചെയ്തത്. പക്ഷേ ജൂൺ 2023 കുറവായിരുന്നു. 2651 ഡിസയർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1925 വാഹനങ്ങളുടെ വ്യത്യാസം 72.61% ഗ്രോത്ത് റേറ്റും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മറ്റേ സെയിൽസിൻ്റെ വീഡിയോയിലായിരുന്നെങ്കിൽ വളരെ വലിയ ഗ്രോത്ത് റേറ്റ് ആയിട്ട് പറയായിരുന്നു. പക്ഷേ ഇവിടെ മൊത്തത്തിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്കിതങ്ങനെ ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇൻഫാക്റ്റ് പറഞ്ഞു വരികയാണെങ്കിൽ മൂന്നാമതായി ഈ ലിസ്റ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഡിസയറിലാണ് എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും ഇന്ത്യയിൽ ഈ വണ്ടിക്ക് ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഡ്യൂ ആയി നിന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽസ് കിട്ടുന്നുണ്ട്. 10,000 to 16,000 ഇടയിലാണ് ഈ വാഹനത്തിന് വരുന്ന സെയിൽ. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബലേനോ ആണ്. ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 4645 വാഹനങ്ങളുടെ സെയിലാണ് അവർ എക്സ്പോർട്ടിങ്ങിൽ വരുത്തിയിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂൺ 2023 3159 വണ്ടികളാണ് അവർ എക്സ്പോർട്ട് ചെയ്തത്. 1486 വാഹനങ്ങളുടെ ഡിഫറൻസും 47.04% വ്യത്യാസമാണ് നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഗ്രോത്ത് പെർസെൻറ്റേജ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ബലേനോ ആണ് എന്ന് പറയേണ്ടി വരും.
പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഒരു ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്ങിൻ്റെ സെയിൽസ് വന്നിരിക്കുന്ന വണ്ടി ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ അടുത്തതായിട്ട് 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനവും നമ്മുടെ ബലെനോ ബേസ്ഡ് ആയിട്ടുള്ള SUV ആണ്, അതാണ് ഫ്രോങ്സ്. ഇതിന് കഴിഞ്ഞ മാസം അവർ 5154 വാഹനങ്ങളാണ് എക്സ്പോർട്ട് ചെയ്തത്. ജൂൺ 2023 വളരെ കുറവായിരുന്നു, 556 വാഹനങ്ങൾ മാത്രമേ അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 4598 വാഹനങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ആദ്യം പറഞ്ഞ ടൈഗോണ്ട 308%-ലും 2 കൂടുതൽ ഡിഫറൻസ് വരുന്ന ഒരു വണ്ടി ഇതിൻ്റെ അകത്തുണ്ട് എന്ന്. അതാണ് നമ്മുടെ ഫ്രോങ്സ്. 826.98% ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. അതെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇത്രയും ഭയങ്കര വലിയ ഡിഫറൻസ് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് അതിനനുസരിച്ച് മുകളിലേക്ക് പോകുമല്ലോ. അതിലപ്പോൾ അങ്ങനെ ഒരുപാട് ഞെട്ടാനുള്ള കേസൊന്നുമില്ല. പക്ഷേ എന്നാലും ഫ്രോങ്സിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ. പിന്നെ ആ സമയത്തൊക്കെ ഇത് ഇറങ്ങിയിട്ട് അങ്ങനെ അധികം കാലമൊന്നും ആയിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അതിൻ്റെയും കൂടെ ആയിരിക്കും എക്സ്പോർട്ടിൻ്റെ വോളിയൂംസ് കുറഞ്ഞത്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം, നമ്മളിപ്പോൾ ടോപ്പ് 3 ടയറിലേക്ക് കയറിയിട്ടുണ്ട്. വെർണയാണ് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. 5416 വാഹനങ്ങളുടെ എക്സ്പോർട്ടാണ് വെർണയ്ക്ക് കഴിഞ്ഞ മാസം ലഭിച്ചത്. ജൂൺ 2023 5634 വാഹനങ്ങൾ എക്സ്പോർട്ട് സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 218 വാഹനങ്ങളുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ലിസ്റ്റിൽ ആകെപ്പാടെ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു വണ്ടി വെർണയാണ്. പക്ഷേ 3.87% ഡീഗ്രോത്ത് റേറ്റേ ഉള്ളൂ. ഭയങ്കര ഡീഗ്രോത്ത് റേറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഗൈസ്, ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് കൂടിയും കുറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അത് മഴയുടെ സൗണ്ടാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് കുറച്ച് കുറയുമ്പോഴാണ് ഓഡിയോ കൊടുക്കുന്നത്. എന്നാൽ പോലും നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. എനിക്കിത് നിർത്തിയിട്ട് പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. മഴ നിർത്തിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഇന്ന് മൊത്തം നല്ല മഴയായിരുന്നു. പിന്നെ വെർണയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന സെയിലും കൂടുതൽ അവരെന്തായാലും വണ്ടി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട് എന്നുള്ളത് സെയിലിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത വാഹനം നിസാൻ്റെ സണ്ണിയാണ്. അതെ, 2nd പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി സണ്ണിയാണ്. കഴിഞ്ഞ മാസം 5970 വണ്ടികളാണ് ഇവർ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്ത് വിട്ടേക്കുന്നത്. അതും ഈ വണ്ടി പുറത്ത് കുറേ പേരുകളിൽ അവൈലബിൾ ആണ്. 2-3 മാർക്കറ്റ്സിലൊക്കെ വേറെ വേറെ പേരുകളിലുണ്ട്. ആൻഡ് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിരുന്ന ഡിസ്കണ്ടിന്യൂ ആയിപ്പോയ വേർഷനാണ് ഇവരെപ്പോഴും പുറത്തോട്ട് വെക്കുന്നത്. അല്ലാണ്ട് ഇൻ്റർനാഷണലി വേറൊരു പുതിയ ജനറേഷൻ മോഡലുണ്ട്, അതല്ല ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പഴയ ജനറേഷൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ പഴയ ജനറേഷൻ മോഡലിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഹബ് ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും വണ്ടികളാണ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വിടുന്നത് സണ്ണിയുടെ. ജൂണിൽ, അതായത് 2023 2838 വണ്ടികളുടെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. 3132 വണ്ടികളുടെ ഡിഫറൻസും അതുപോലെ 110.36% ഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ സണ്ണി അവർ ഇത്ര എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതെനിക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്പർ 1 വാഹനം, അതാണ് ഫോക്സ്വാഗൻ വെർട്ടസ്. ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ മാസം നമ്പർ 1 പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെട്ട വണ്ടി നമ്മുടെ വെർട്ടസ് ആണ്. 6349 വണ്ടികളാണ് ഫോക്സ്വാഗൻ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്ത്. ജൂൺ 2023 2181 വണ്ടികളുടെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. 4168 വാഹനങ്ങളുടെ ഡിഫറൻസും 191.1% ഗ്രോത്ത് റേറ്റും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് വെർട്ടസും ഇന്ത്യയിൽ അവർ വിൽക്കുന്ന 1600, 2000 അതൊക്കെയാണ് മാക്സിമം ഉള്ളത്. പക്ഷേ അതിൻ്റെ 3 ഇരട്ടിയാണ് അവർ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ മാസമൊക്കെ 1600 വണ്ടികൾ വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ C സെഗ്മെൻറ്റ് സെഡാൻസിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി വെർട്ടസ് ആയിരുന്നു. ഇവിടെ ഇപ്പം നമ്മൾ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി വെർട്ടസ് ആണ്. അതല്ലാണ്ട് ടോപ്പ് 3 പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണാം. 3 സെഡാൻസ് ആണ്. ഇപ്പോൾ സെഡാൻസിൻ്റെ മാർക്കറ്റ് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്പർ വെർട്ടസ്, സെക്കൻഡ് നമ്പർ സണ്ണി, തേർഡ് നമ്പർ വെർണ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും നമ്മുടെ ഈ ടോപ്പ് 10 എക്സ്പോർട്ട് വാഹനങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.